ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിയാസ് ഇ.കെ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളിവിടെ തന്നെ കയറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് ബാക്കി കാണാൻ പോകുന്നത്. കാരണം നമ്മളിവിടെ കയറി എത്തി വലിഞ്ഞ് കയറി ഇവിടേക്ക് എത്തി പെട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ ജീപ്പും കൊണ്ട് കുറേ ഭാഗം കയറ്റി ഇടിച്ച് ഏകദേശം സ്ലോപ്പാക്കി ഇനി അടുത്ത യാസീനിപ്പയുടെ വണ്ടി കയറ്റി ഇടിക്കണം. 2-3 തവണ ട്രൈ ചെയ്താൽ ആ വണ്ടി കയറുള്ളൂ. അത്ര മോശമായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ വഴി. അപ്പോൾ അടുത്ത് ഇനി യാസീൻ്റെ വണ്ടി കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ ജീപ്പും കയറും, ബാക്കി എല്ലാ വണ്ടിയും കയറി പോകും. അപ്പോൾ അതിന് വീതി കൂടിയ വണ്ടി വേണമായിരുന്നു. അങ്ങനെയാണ് യാസീനിയുടെ വണ്ടി ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ട്. ഇനിയിപ്പോൾ അതുകൊണ്ട് ശരിക്കും വഴിയെല്ലാം ഇടിച്ച് ലെവലാക്കി എടുക്കണം. കാരണം ഇങ്ങോട്ടേക്ക് ശരിക്കും പറഞ്ഞാൽ പേടിക്കണ്ട, കാരണം വലിയ കല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. മണ്ണ് തന്നെയാണ്, മണ്ണൊഴുകി തിട്ടായേക്കണയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തട്ടിയാലും മണ്ണാണ് ഇടിക്കാനുള്ളൂ, വണ്ടിക്കൊന്നും വേറെ സംഭവിക്കാനൊന്നുമില്ല. എന്നാലും മാക്സിമം അടിച്ച് പറയും, അത് വേറൊരു കാര്യം. എന്നാലും കുഴപ്പമില്ല. 2-3 തവണ കാണിച്ചിട്ട് കയറ്റാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിൽ യാസീനിക്ക് നന്നായിട്ട് ട്രൈ ചെയ്യേണ്ട കേട്ടോ. സാധാരണ ഇതിൽ അമലിൻ്റെ വണ്ടി ഇതുപോലെ ഒന്ന് കയറി അടിച്ച് മിനിച്ച് കയറി പോണതാണ്. അപ്പോൾ അവൻ്റെ വണ്ടി എന്തേന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അടുത്ത മാസം എങ്കിലും അതിനെ ഇറക്കണം എന്നുള്ളൊരു പറഞ്ഞൊരു തീരുമാനം മനസ്സിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പും ഉണ്ട് കേട്ടോ. ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് യാസീനിപ്പി അങ്ങനെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ബാക്കി ഇനി നിങ്ങളിരുന്ന് കണ്ടോ. വായിലേക്കൊക്കെ മണ്ണ് വന്ന് ആ തിട്ട് നേരെ എൻ്റെ അംഗത്തേക്കാ വന്ന്. അല്ല വലിക്കട്ടെ എന്തോ തിരിച്ചു പോ. സ്റ്റീറിങ്ങിന് ഫുള്ള് കൈ വെച്ചല്ലേ, കുടുങ്ങി വന്നാൽ കൈ വിട്ടോണം. ഫസ്റ്റ് ഇടരുത്, നീ ബാക്കിയുടെ റിവേഴ്സ് പോ. ആ ഇത് മൊത്തം ഇങ്ങോട്ട് ഉണ്ടോ സെക്കൻഡിലാണ്. അങ്ങ് പോയിട്ട് സെക്കൻഡിൽ അടിച്ച് മിനിച്ച് കയറി വാങ്ങോട്ടെ. ഒന്നും പോകില്ല, ഇത് ധൈര്യമായിട്ട് പോവാം. പുറകെ പോയിട്ട് വേണം ആശിക്കേ. എന്റെ കാലം ഇത്രേ പോകും. അപ്പോൾ വണ്ടി കയറി അവിടെ ഇപ്പോൾ നല്ല രീതിയിൽ ആദ്യം ചെന്ന് നിന്നെടുത്ത് നന്നായിട്ട് കാല് കൊടുത്തപ്പോഴേക്കും അവിടെ ശരിക്കും കറങ്ങി കുഴിയായി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കയറണില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ചെളി ഉള്ളപ്പോൾ എപ്പോഴും നമുക്ക്
സ്പീഡിൽ വരലാണ് നമ്മുടെ ആവശ്യം, മൊമെൻറ്റം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ DI ആണല്ലോ ഈ വണ്ടി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ ടയറിലേക്ക് ആ പവർ അങ്ങ് കയറി വരുന്നില്ല. പവറുണ്ട്, പക്ഷേ ടയറിലേക്ക് ആ സ്പീഡ് കയറുന്നില്ല. അതായിരുന്നു കേട്ടോ എൻ്റെ കുഴപ്പം. വണ്ടിയിൽ ഇപ്പോൾ കുറേ നേരം ഞാനും ട്രൈ ചെയ്ത് നോക്കി കേട്ടോ, പക്ഷെ വണ്ടി അങ്ങോട്ട് കയറണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും വണ്ടീനെ വലിച്ച് കയറ്റാനുള്ള തീരുമാനം എടുത്തു. അപ്പോൾ തന്നെ രണ്ട് വണ്ടി ഫ്രണ്ടിൽ കിടക്കുവാണ്, അതിനെ ഒതുക്കിയിടണം. യാസീൻ്റെ വണ്ടി ആദ്യം കയറ്റി ഒതുക്കിയിട്ടിട്ട് വേണം എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ. എൻ്റെയിലാണ് വിഞ്ചുള്ളത്. അപ്പോൾ അതുകൊണ്ട് യാസീൻ്റെ വണ്ടി ഫസ്റ്റ് കയറ്റി മേളിലേക്ക് ഒതുക്കിയിടാനുള്ള പരിപാടി കേട്ടോ. അതുകൊണ്ട് എൻ്റെ വണ്ടി എടുത്തിട്ട് വന്നിട്ട് അത് മാറ്റിയിട്ടിട്ട് അത് കൂടാണ്ട് നമ്മുടെ PSTയുടെ താറ് അതിനെയും മറികടന്നിട്ട് വേണം താഴത്തേക്ക് ഇറങ്ങിപ്പോയി. ഒന്നാമത് ഇത്ര സ്ഥലം കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു ടാസ്ക്, ശരിക്കും പറഞ്ഞാൽ ഇതും ഒരു ടാസ്ക് ആയിട്ട് വേണമെങ്കിൽ പറയാം കേട്ടോ. ഒരു സൈഡിൽ കുഴിയാണ്, എന്നാലും കുഴപ്പമില്ല, എന്തായാലും വേണ്ടില്ല. കൂട്ടത്തിലുള്ള എല്ലാ വണ്ടിയും ഒരുമിച്ച് മേളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇഷ്ടം. ഒരു വണ്ടീനെ മാത്രം വിട്ടിട്ട് പോകാമെന്ന് പറഞ്ഞത് അത്രയധികം പറ്റൂലായിക തോന്നിയാൽ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടെങ്കിൽ വലിച്ചു കയറ്റിയിട്ട് നമ്മൾ പോകുള്ളൂ. അങ്ങനെ ആരെയും നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോകുന്നില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇത് PSTയുടെ താറും കയറ്റി നിർത്തിയിട്ട് പതുക്കെ നൈസായിട്ട് നമ്മുടെ ജീപ്പിനെ ഇറത്ത് കൊണ്ടുപോയിട്ട് വിഞ്ച് വെച്ച് വലിച്ച് കയറ്റാനുള്ള പരിപാടി കേട്ടോ. പിടിപ്പിക്കല്ലേ ടയറിങ്ങോടാക്കാം അതൊന്നും ചെയ്യണ്ട. അങ്ങോടിക്കല്ലേ ഇപ്പത്തോടെ അടിച്ചോ, കയറിയോളം ഇങ്ങോട്ട് തന്നെ പിടിച്ചോ. അങ്ങനെ ആഷിക്കിൻ്റെ വണ്ടി കയറി. അപ്പോഴേക്കും അടുത്ത പണിയെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി റിവേഴ്സ് കിടക്കുന്നത്. പിന്നെ ഇനി റിവേഴ്സ് മേളിലേക്ക് കയറിയിട്ട് വേണം ഏറ്റവും ടോപ്പിലേക്ക് പോകാൻ കേട്ടോ. പിന്നെ അതിന് വേണ്ടി വയ്യ റിവേഴ്സ് ആടി തൂങ്ങി. ശരിക്കും പറഞ്ഞാൽ അവിടെ ഫ്രണ്ട് കയറി പോകുന്നതിനൊക്കെ ഇച്ചിരി ഈസി ആയിട്ട് തോന്നിയിട്ട് റിവേഴ്സ് വന്നപ്പോഴേക്കും വളരെ കൂളായിട്ട് കയറി പോകുന്നുണ്ട്. കാരണം ഫ്രണ്ടിൽ ടയർ നല്ല പിടുത്തം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ബാക്കിലേക്ക് നല്ല പിടുത്തമാണല്ലോ. എന്തായാലും കുഴപ്പമില്ലായിരുന്നു, പതുക്കെ കയറി വന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വേണം ഇനി മേളിലേക്ക് പോകാൻ. അത് കാല് കുറച്ച് വന്നു. അവിടെ കിട്ടണ എത്ര മുഖത്ത് നിന്ന് എടുക്കുമ്പോൾ നോക്കട്ടെ, ഇത്ര കൊലായി പോയി.
ആ കാല് കൊറാ ലേശം ഇഞ്ഞെടുത്തോ ആ സെക്കൻഡോ വാ കാല് കുറയ്ക്കണ്ട ഇങ്ങോട്ട് നമ്മുടെ വണ്ടിയെല്ലാം അങ്ങനെ മേളിലേക്ക് കയറി. ഇനി മേളിലേക്ക് ഇനി പോകണം. ഏറ്റവും ടോപ്പിലൊരു വ്യൂ ഉണ്ട്, ഒരു രക്ഷയില്ല കേട്ടോ. പക്ഷെ നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വന്നില്ല, കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ പെട്ടെന്നെടുത്ത തീരുമാനം ആയതുകൊണ്ട് തന്നെ നമ്മൾ വന്നപ്പോൾ താമസിച്ചു പോയി. മേളിൽ ഇപ്പോൾ ഒരുപാട് നേരം നിന്നിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് മഴയാണെങ്കിൽ പല രീതിയിലും നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും. കാരണം ഒരു തവണ ഇവിടെ മഴയത്ത് വന്നിട്ട് മഴയുടെ ആഴ്ചയിലൂടെ ഞാൻ ആകെ സീനായ സ്ഥലമാണ്. അതുകൊണ്ട് ഈ ചൂടുവെള്ളത്തിൽ ചടിയ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്നാണല്ലോ. എന്ന് വെച്ചിട്ട് പേടിച്ചിട്ടല്ല, നമുക്ക് തിരിച്ചിറങ്ങി പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ടാസ്ക്, നേരത്തെ വണ്ടി കെട്ടി വലിച്ച് കയറ്റിയ സ്ഥലത്തൊക്കെ വണ്ടിക്ക് ടാസ്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് വീഡിയോയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ലൈറ്റുള്ള ടൈമിൽ ഇറങ്ങിയാലേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് അത് ഇറങ്ങിയതിൻ്റെ റീസൺ പറഞ്ഞത്. പിന്നെ നേരത്തെ കുറേ നേരം വന്നിരുന്ന് എൻജോയ് ചെയ്തിട്ടൊക്കെ ഇറങ്ങി പോകാനാണെങ്കിൽ അടിപൊളിയായിരുന്നു, ഭയങ്കര വൈബായിരുന്നു മേളിലെത്തിയപ്പോൾ. ഞാനത് പറഞ്ഞ് കുളമാക്കാനുള്ള, നിങ്ങൾ കണ്ടാച്ചാൽ മതി. അപ്പോൾ വണ്ടി ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ ആ ഗ്യാപ്പിലൂടെ കടന്ന് വരുന്നത് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ചിലത് കണ്ടു നോക്കിയോ, ഇടയ്ക്കിടയ്ക്ക് കണ്ടു നോക്കുമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം വേറൊന്നുമല്ല. നമ്മുടെ വീഡിയോ കാണുന്നതിൽ പകുതി ആകുമ്പോട്ടിട്ട് പോകാറുണ്ട്. ബോറിംഗ് ആയിട്ടാണോ എന്നറിയത്തില്ല. ഇനി അഥവാ നമ്മുടെ ചാനലിൽ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെട്ടി തുറന്ന് പറയാം. നമുക്കൊന്നും ഒരു കുഴപ്പമുള്ളതല്ല. കാരണം നമ്മുടെ ചാനലെന്ന് വെച്ചാൽ ഇതെൻ്റെ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ചാനലായിട്ട് കണ്ടുവച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ അപാകതകളോ സജഷൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താൻ കിട്ടും. അപ്പോൾ എന്തായാലും നോക്കിയിട്ട് തീർച്ചയായിട്ടും കമൻറ്റിൽ പറയാം. നമ്മളെപ്പോഴും വന്ന് ടാസ്ക് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലം ഇത്തവണ വളരെ ഈസി ആയിട്ടും. അല്ലെങ്കിൽ ഇവിടെയായിരുന്നു മണ്ണൊഴുകി കിടന്നിട്ട് നമ്മളാണ് വഴി ഉണ്ടാക്കിയത്. അന്ന് നമ്മൾ അടുക്കി കയറിയ കല്ലുകളായി കാണുന്നത് കേട്ടോ. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് മുകളിൽ കയറാൻ പറ്റും. ടാസ്കുകൾ നമുക്ക് താഴെ കിട്ടി, ഇത്തവണ പൊളിയായി. അമ്മൻ്റെ സന്തോഷം കണ്ടു. ചിപ്സ് ഉണ്ട്, ഞങ്ങൾ നൈസായിട്ട് ആശിക്കത്തേക്ക് വേണ്ടി നടിച്ചു പറ്റിയ കേട്ടോ.
ഒരു കയ്യിൽ ഫുഡും മറ്റൊരു കയ്യിൽ സ്റ്റിയറിംഗും പിടിച്ചാണ് നാസിക്ക് വണ്ടി ഓടിക്കുന്നത്. തൊട്ടപ്രാമലും തലയിടിച്ചു ഗൈസ്. നമ്മളങ്ങനെ വന്ന് വണ്ടിയിട്ട് നമ്മൾ മലയുടെ മേളിലേക്ക് എത്തിയിട്ടോ. നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ക്ലൈമറ്റായിരുന്നു. മൊത്തം കോട കയറി നല്ല തണുത്ത് നല്ല കാറ്റൊക്കെ ആയിട്ട് ഒരു പ്രത്യേക വൈബാണ്. ശരിക്കും പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം വാഗമണിലേക്ക് വന്നിട്ട് ഇത്രയും സൂപ്പർ ക്ലൈമറ്റ് നമുക്ക് കിട്ടുന്നത് ഇപ്പോഴാട്ടോ. ഇനി മുമ്പ് പോയ വേറെ പലരും പോയിട്ടുണ്ടാവാം, നല്ല ക്ലൈമറ്റ് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ്. ഒരു മനസ്സ് ശരിക്കും കൂളായ ഒരവസ്ഥയായിരുന്നു. കുറേ നാളായിട്ട് നമ്മളിങ്ങനെ പിടിച്ചു വെച്ചേക്കുമായിരുന്നു കേട്ടോ. ഇപ്പം എന്തായാലും അടിപൊളിയായിരുന്നു. യാത്രയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ടാസ്കുകൾ കിട്ടുമ്പോഴാണ് നമുക്ക് ഉച്ചക്കൂടി യാത്രയിൽ ഇൻട്രസ്റ്റ് കൂടുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നായാലും മാക്സിമം ഇനി എല്ലാ ആഴ്ചയിലും ട്രിപ്പ് പോകണം എന്നുള്ള തീരുമാനം തന്നെ എടുത്തേക്ക് പോകണം. നമ്മളങ്ങനെ മേളിൽ വന്നിട്ടുള്ള ഒരു ക്ലൈമറ്റ് എൻ്റെ മോനെ ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ വണ്ടികൾ നമ്മുടെ ചെക്കന്മാരെല്ലാം നല്ല സീനാക്കി അവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നല്ല വൈബിൽ ഭയങ്കര ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫീല് പറയാൻ പറ്റില്ല. കുറേ നാളുകൾക്ക് ശേഷം അടിപൊളി ഒരു ട്രാക്കിങ് കിട്ടി. നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് കറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും തിരിച്ചിറങ്ങി പോയാൽ കഴിഞ്ഞപ്പോൾ ഇറങ്ങി പോകണമെങ്കിലുള്ള ടാസ്കും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ പോയി കുറേ സമയവും പോകും. എങ്കിൽ പിന്നെ ഇരുട്ടണേന് മുമ്പ് ഇറങ്ങിയാൽ നമുക്ക് വീഡിയോയിൽ കിട്ടുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ തിരിച്ചിറങ്ങും കേട്ടോ. ഇനി എന്തായാലും ഇറങ്ങി വരുമ്പോൾ അംഗങ്ങളൊക്കെ അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തായാലും വേറെ ഒന്നുമില്ല. അടുത്ത ദിവസം നല്ല വീഡിയോ എടുക്കും. ഇതിൻ്റെ ബാക്കി വീഡിയോ എടുക്കും. വീണ്ടും കാണാം. അതുവരെയും ബൈ.